കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി താലൂക്ക് ആശുപത്രി സന്ദർശിച്ചു. എല്ലാത്തരം എസികൾക്കും വിലക്കുറവിന്റെ മഹാത്ഭുതം തീർത്ത് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവിൽക്കടവ് കൊടുങ്ങല്ലൂർ. സുരേഷ് ഗോപിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി രാജേഷ് നായരാണ് BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിന്റെ കൂടെ താലൂക്ക് ആശുപത്രി സന്ദർശിച്ചത്. കൊടുങ്ങല്ലൂർ നഗരസഭ BJP കൗൺസിലർമാരുമായി കൊടുങ്ങല്ലൂരിന്റെ വികസന സ്വപ്നങ്ങൾ ചർച്ച ചെയ്യാൻ മാർച്ചിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വന്നിരുന്നു. BJP മണ്ഡലം പ്രസിഡന്റും പാർലമെന്ററി പാർട്ടി ലീഡറും താലൂക്ക് ആശുപത്രി നേരിടുന്ന വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടി നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശാനുസരണം അസിസ്റ്റന്റ് രാജേഷ് നായർ ആശുപത്രി സന്ദർശിച്ചത്. താലൂക്ക് ആശുപത്രി ലേ സെക്രട്ടറിയെ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഡയാലിസിസ് സെന്റർ വിപുലീകരണം, കൂടുതൽ ജനങ്ങളിലേക്ക് ഇതിന്റെ സേവനമെത്തിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനം, നവജാത ശിശു പരിപാലനത്തിന് വേണ്ട അത്യാധുനിക സംവിധാനമൊരുക്കുക, കൂടാതെ താലൂക്ക് ആശുപത്രിയിലേക്ക് ആവശ്യമായ പേവാർഡ്, ഹൃദയ ചികിത്സാ വിഭാഗം, അത്യാധുനിക രീതിയിലുള്ള ICU വിഭാഗം എന്നിവയ്ക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളെല്ലാം ചർച്ചയിൽ വന്നു. ഇതിനുവേണ്ട മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാൻ താലൂക്ക് ആശുപത്രിയെ ലേ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറി ജെമി, കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, രശ്മി ബാബു, ശാലിനി വെങ്കടേഷ്, സുമേഷ്, പരമേശ്വരൻകുട്ടി, സജിൽ മേത്തല തുടങ്ങിയവരും പങ്കെടുത്തു. ക്യാൻസർ പുതിയ ബഡ്ജറ്റ് എല്ലാ താലൂക്കിലും ആശുപത്രികളും ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ കെയർ സെന്ററായിട്ട് വരുത്തുന്നു. ഇപ്പൊ പുതിയ കേന്ദ്ര ബഡ്ജറ്റ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടില്ല. അവിടുത്തെ ഷീറ്റ് നമ്മുടെ ഈ ഫയർ ഭാഗമായിട്ട് മുനിസിപ്പാലിറ്റിയിലെ ഈ പറഞ്ഞു ആയ ട്രസ്റ്റ് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ NOC തരാൻ എനിക്ക് പറ്റില്ല. അത് പാടില്ല നിയമപ്രകാരം. ജോലിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ നിർബന്ധിക്കേണ്ട കാര്യം അയച്ചു മാറ്റി. അതെല്ലാം വൃത്തിയായിട്ട് അഴിച്ചു മാറ്റി 67,000 രൂപ എക്സ്റ്റൻഷന് കൊടുത്തിട്ട് അഴിച്ചു മാറ്റി അത് സൈഡിൽ നമ്മൾ അടക്കി വെച്ചിട്ടുണ്ട്. നാളെ ആ ഒരു പരിപാടി പ്രോബ്ലം മാറി കഴിഞ്ഞാൽ നമുക്ക് കെട്ടാമെന്ന് വിചാരിക്കും. വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ വണ്ടി പാർക്ക് ചെയ്യുന്ന ഇപ്പൊ ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് നമുക്ക് ഫീസ് തരുന്നുണ്ട്. മഴ കൊണ്ട്